ഹായ് ഹലോ. അപ്പം നമ്മൾ ഒരു വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റാണ് ഇന്ന് ചെയ്യുന്നത്. നമ്മൾ ഈ നിങ്ങൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ടുണ്ടായിരിക്കും. ആക്ച്വലി ബ്യൂട്ടി പാർലറിലൊക്കെ പോകുന്നിടത്ത് നിങ്ങൾ ഏറ്റവും മോശമായ ഒരു വ്യക്തിയെ പോലും നന്നായി ഒരുക്കി വൃത്തിയാക്കി കൊണ്ടുവരും അല്ലേ? അങ്ങനെയല്ലേ സാധാരണ? പക്ഷേ ഇവിടെ ഒരു വ്യത്യസ്തതയുണ്ട് കേട്ടോ. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഒരു വ്യക്തിയെ എങ്ങനെ നല്ല ഇത്തിരി ഭംഗിയായിട്ടൊക്കെ ഇരിക്കുവാണോ അവരെ ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന ചില ബ്യൂട്ടി പാർലറുണ്ട്. അതിലൊരെണ്ണം നമുക്ക് പരിചയപ്പെടണം. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കൊല്ലം കടപ്പാക്കട ജംഗ്ഷനിൽ ഫെഡറൽ ബാങ്കിൻ്റെ മുകളിലായിട്ട് നാച്ചുറൽ സലൂൺ ആൻഡ് സ്പാ എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്. നമുക്ക് ആദ്യം ഒരു വീഡിയോ കാണാം, എന്നിട്ട് നമുക്ക് സംസാരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതല്ലേ. നമസ്കാരം, എൻ്റെ പേര് ദിവ്യ എന്നാണ്. ഞാൻ വളരെ വിഷമത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യാൻ കാരണം കൊല്ലത്ത് പ്രവർത്തിക്കുന്ന കൊല്ലം കടപ്പാക്കട ഫെഡറൽ ബാങ്കിന് മുകളിലായിട്ട് പ്രവർത്തിക്കുന്ന നാച്ചുറൽ സ്പാ ആൻഡ് സലൂൺ കൊല്ലം, ഈ സ്ഥാപനത്തിന് എതിരെ ഒരു വീഡിയോ ആണ് സത്യത്തിൽ ഞാനിത് ചെയ്യുന്നത്. കാരണം വേറൊന്നുമല്ല, 2 ദിവസം എനിക്ക് വളരെ വിഷമത്തോടു കൂടിയാണ്. കാരണം 2 ദിവസം മുമ്പ് ഉള്ള ഞാനല്ല ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. കാരണം അവിടെ ഞാൻ കൊല്ലത്ത് ഞാൻ വീട്ടിൽ ചെന്ന സമയത്ത് ഞാൻ അവിടെ ഒരു പരസ്യം ഞാൻ കാണുകയും പെട്ടെന്ന് ഞാൻ ഇവരുടെ ബ്യൂട്ടി പാർലറിൽ ഞാൻ കോൾ ചെയ്യും. അവിടെ ഒരു ഹൈഡ്രാ ഫേഷ്യലിൻ്റെ ആഡ് ആയിരുന്നു ഞാൻ കണ്ടത്. അപ്പോൾ ഉടനെ വിളിച്ച സമയത്ത് റേറ്റും കാര്യങ്ങളും ഒക്കെ ചോദിച്ചു, ഇതെന്ത് ചെയ്ത് കഴിഞ്ഞാലുള്ള യൂസ് എന്താണ് എന്നൊക്കെ ചോദിച്ചു. അപ്പം ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എനിക്ക് കേട്ടതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ വരാമെന്ന് പറഞ്ഞ് അപ്പോയിൻമെൻ്റ് എടുത്തു. അന്ന് ഞാൻ 6 മണിക്കായിരുന്നു അപ്പോയിൻമെൻറ്റ്. അങ്ങനെ വൈകിട്ട് ഞാൻ അവിടെ ചെല്ലുകയും അവിടെ ചെന്നിട്ട് ഏകദേശം ഒരു 7-8 മണി വരെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ അവരൊന്ന് പറയുന്നു സ്ഥാപനത്തിൽ സ്റ്റാഫില്ല എന്ന് പറയുകയും പിന്നെ ഞാൻ അങ്ങനെ അടുത്ത ദിവസത്തേക്ക് അവർ വരാൻ പറയുകയും ഞാൻ അങ്ങനെ അടുത്ത ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച 6 മണി 4 മണിയൊക്കെ ആയ സമയത്ത് അങ്ങനെ ഞാൻ അവിടെ പോവുകയുണ്ടായി. അവിടെ പോയ സമയത്ത് ഇവർ പറയുന്നത് ഇവരുടെ ഓഫറിൽ കിടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1500 പിന്നെ ഒരു 500 വെച്ചിട്ട് അങ്ങനെ 2000. ഇത് രംഗു സുൻഷിന എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജിലൂടെ വന്നതാണ്. അപ്പോൾ അവർ കൊല്ലത്ത് പോയി, ഒരു ഭംഗിയുള്ള ഒരു സ്ത്രീയാണ്, അവരുടെ ഫോട്ടോ ഇവിടെ വെക്കാം. അപ്പോൾ അവരുടെ ഫോട്ടോ അവരുടെ നിലവിലെ അവസ്ഥ ഇതാണ്. നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ട കണക്കുള്ള ഒരു അവസ്ഥയാണ്. അപ്പം സാധാരണ നമ്മൾ ബ്യൂട്ടി പാർലർ എന്നൊക്കെ പറയുമ്പോൾ നല്ല കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണ്. ഇവിടെ ഒരാൾക്ക് നിരുദ്രപരമായി അല്ലെങ്കിൽ ഉപദ്രവപരമായി ഒരു കാര്യം ചെയ്തിട്ട് ഈ സ്ഥാപനം തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, അവർ കൈയൊഴിഞ്ഞു ഈ സ്ത്രീയെ. അവരുടെ മുഖം 2 ദിവസം കഴിയുമ്പോൾ വികൃതമായി വരുവാണ്. സോ അവർ അതിൽ നിന്ന് റിക്കവർ ആവട്ടെ. പക്ഷേ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ, കൊല്ലംകാരെയും കൂടെ പറയിപ്പിക്കാൻ വേണ്ടി ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഇറങ്ങുന്ന ചില ഉടായിപ്പ് ആൾക്കാർ ഈ സമൂഹത്തിൽ വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിനകത്ത് ഇനിയും കൊണ്ടുപോയി തല വെച്ച് കൊടുത്തിട്ട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഇത് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിച്ച് ഇതിന് മുന്നോട്ട് പോകാൻ, ഈ ഹെയർ സ്റ്റൈലൊക്കെ ഓക്കെ, ഈ ബ്യൂട്ടി പ്രോഡക്റ്റൊക്കെ അത് ഒരുപാട് നല്ലതാണോ ചീത്തയാണോ എന്ന് അറിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഗവൺമെൻറ്റും കൂടെ ഒരുക്കേണ്ടതാണ്. ഇത് ഭയങ്കരമായിട്ടുള്ളൊരു മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇതിപ്പം നിങ്ങൾ ഇത്രയും കണ്ടോളൂ. ഇതിനെപ്പറ്റി ആ സ്ത്രീ വിശദീകരിക്കുന്ന അവരുടെ ഇൻസ്റ്റാ പേജിലുണ്ട്. 3-4 വീഡിയോ ആയിട്ടാണ് ചെയ്യുന്ന കാര്യം. 1.5 മിനിറ്റുള്ള വീഡിയോസേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് പാർട്ട് മാത്രമേ നിങ്ങൾ കാണിച്ചുള്ളൂ. അവരുടെ മുഖം നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെ പോകുന്നതിൽ എന്തിതാണുള്ളത്? അപ്പോൾ ഇനി കൊല്ലംകാരായാലും അല്ലെങ്കിലും വെളിയിൽ നിന്നുള്ള ആരെങ്കിലും ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ കൊല്ലം കടപ്പാക്കട ഇറങ്ങിയിട്ട് ഈ ഫെഡറൽ ബാങ്കിൻ്റെ മുകളിലുള്ള ഈ നാച്ചുറൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ആൻഡ് സലൂൺ ഇവിടെ പോകുന്നവർ സൂക്ഷിക്കുക എന്നത് മാത്രമല്ല, നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ശ്രദ്ധിക്കണം. കാര്യം ഇത് സ്കിന്നിനെ മോശമായിട്ടുള്ള രീതിയിൽ ബാധിച്ചിട്ടും ഇവരതിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും പഠന വിഷയമാക്കി ഇതാക്കി ആയിരിക്കാം ഈ സ്ത്രീയെ. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അവരുടെ ഇപ്പോഴത്തെ ഉള്ള മുഖവും
ഈ ഇരിക്കുന്ന മുഖവും നിങ്ങളൊന്ന് കണ്ടാൽ മനസ്സിലാവും. സോ ഇത് ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, മാന്യമായ രീതിയിൽ കേട്ടോ. അപ്പം താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.